ഹായ് രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അച്ഛൻ്റെയും അമ്മൻ്റെയും വിവാഹ വാർഷികമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. ഏട്ടന് പണിയുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അമ്മയും അച്ഛനും തൊട്ടടുത്തുള്ള ആനപ്പാറ ക്ഷേത്രത്തിലൊക്കെ പോയി വന്ന് പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ റെഡിയായിക്കൊ നിന്ന് വളയനാടേക്ക് പോവുക കേട്ടോ. വളയനാട് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വളയനാടുള്ള മൂസത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പം അവരുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ അധികം വണ്ടി പാർക്ക് ചെയ്യാറ്. അപ്പോൾ ഇതാ ഇവിടെ നിന്നാണ് ദ്രാവത്തിനെയും ധ്രുവത്തിനെയും ഒക്കെ അരിയിൽ എഴുതിച്ചിട്ടുണ്ടായിരുന്നത് ചെറുതാവുന്ന സമയത്ത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള വീടാട്ടോ മോസദിൻ്റെ വീട്. ഇവിടെ അച്ഛൻ മക്കളെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അവർക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ മക്കളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഞങ്ങൾ അവരോട് കുറച്ച് സംസാരിച്ച് നേരെ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. അമ്പലത്തിൽ തൊഴുത് വരാമെന്ന് പറഞ്ഞിട്ട് മക്കളവിടുന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ നിൽക്കണം എന്നായിരുന്നു കേട്ടോ അവർക്ക്. നല്ലൊരു കയറ്റാണ് ഇവിടെ മുകളിലേക്ക്. പിന്നെ ഞങ്ങൾ വളയനാട് അമ്പലത്തിലെത്തി. അപ്പം വളയനാട് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടേക്കുമ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രസാദമൊക്കെ മേടിച്ചിട്ട് കഴിക്കുകയാണ്. കുറേ വഴിപാടുകൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിവിടെ വന്ന സമയത്ത് എല്ലാവരുടെ പേരിലും. അപ്പം ഞങ്ങൾക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ടും ഇങ്ങനെ കളിക്കുകയാണ് മക്കൾ. കയ്യിലുള്ള കുറി വേറൊരു ഇലയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇല എടുക്കാൻ പോയതാട്ടോ അച്ഛൻ. മക്കൾ ഉണ്ണിയപ്പം വീട്ടിൽ നിന്ന് കൊടുത്താലൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. ഇവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പിന്നെ ഞങ്ങൾ മൂസദിൻ്റെ വീട്ടിൽ പോയി. മൂസദിൻ്റെ ഭാര്യയും മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പുറം ഞങ്ങൾ വിളിച്ചപ്പം ബീച്ചിലേക്ക് പോരാൻ വേണ്ടി വിളിച്ചപ്പം അവരും കൂടെ വന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് ഇറങ്ങിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. രാവിലത്തെ ചായ കൂടി ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. മക്കളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയി. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറിയിരുന്നു കേട്ടോ. കാരണം അവിടെ ഒരു സീറ്റ് ഒഴിവായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് മാറിയിരിക്കുകയെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി നേരെ ഞങ്ങൾ പുളിമൂട്ടിലേക്കാണ് പോകുന്നത്. എല്ലാവരും കടലമുട്ടായൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. പുളിമൂട്ടിലെത്തി ഗൈസ്. ഒടുക്കത്തെ വെയിലാണ്. അമ്പോ വന്നല്ലോ എന്നായിപ്പോയിട്ടോ. അത്രയും വെയിലാണ്. നമുക്ക് കാറിനും കൊണ്ട് ഇറങ്ങിയപ്പോഴേക്കും സഹിക്കാനാവുന്നില്ലായിരുന്നു. പക്ഷെ മക്കൾക്കൊന്നും വലിയ പ്രശ്നമായി തോന്നില്ല കേട്ടോ. അവർക്ക് ബീച്ച് കണ്ടാൽ മതിയല്ലോ. ദ്രവനിക്കൊക്കെ ഇവിടെ ആദ്യമായിട്ടാട്ടോ വരുന്നത്. പുളിമൂട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ബീച്ചിലേക്ക് പോവാം കേട്ടോ. പീടികളൊക്കെ കുറച്ചേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും രാവിലെയാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആയി ഉണ്ടാവും. ആ ഒരു ടൈമാണ്. നല്ല വെയിലാണ്, ഭയങ്കര വെയിലാണ്. വെയിലായിട്ട് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിവിടെ അപ്പുറത്തൊരു പീടിയുണ്ട്. അതിൻ്റെ തണലിൽ ഇങ്ങനെ നിന്നിട്ട് ഉപ്പിലിട്ടത് വാങ്ങിയിട്ട് കഴിക്കുക കേട്ടോ. ഉപ്പിലിട്ടതിൽ നല്ല സുറുക്ക പിടിച്ചിട്ടുണ്ട്. അവർ സുറുക്ക തന്നെയാണോ ഒഴിക്കുന്നതെന്നൊന്നും അറിയില്ല. പിന്നെ ഒരു നേരമല്ലേ, എപ്പോഴും വാങ്ങി കഴിക്കുന്നില്ലല്ലോ എന്നുള്ള ഇതിൽ കഴിക്കുക കേട്ടോ. പിന്നെ എവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടക്കട്ടോ. അത്രയും ദൂരത്തേക്ക് അവർ കടലിനെ കീറി മുറിച്ച് കൊണ്ട് നല്ല ദൂരം വരെ നടക്കാനുള്ള പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നടന്ന് തുടങ്ങിയപ്പം ഇപ്പം എത്തും എന്നിങ്ങനെ വിചാരിച്ചിട്ടോ. പക്ഷേ എവിടെ എത്തുന്നേ ഉണ്ടായിരുന്നില്ല. കുറേ ദൂരം ഇനിയും നടക്കാനുണ്ട്. അപ്പം സൈഡിലായിട്ട് അവർ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ, ചൂണ്ടിട്ടിട്ട്. അതിശക്തമായിട്ടോ തേര ഇങ്ങനെ ആ കല്ലിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ അടിക്കണത്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്ന നമ്മളെ മേലേക്ക് ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പാറി വീഴുന്നുണ്ടായിരുന്നു. നല്ല ആഴമുണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ആഴമായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡല്ല അപ്പുറത്തെ സൈഡ് കപ്പൽ വരുന്നത് കൊണ്ട് നല്ല ആഴമുണ്ടാവും. അപ്പം കപ്പൽ വരുന്നതാണല്ലോ, അപ്പം നല്ല ആഴമുണ്ടാവും. അങ്ങനെ ഞങ്ങൾ നടന്ന് കേട്ടോ അവസാനം അറ്റത്തെത്തിട്ടോ. ഇവിടെ ഭയങ്കര കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് നമുക്ക് ബോട്ടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടല്ലോ, അവരെ ജീവിത മാർഗ്ഗമാണത്. പക്ഷെ എന്നാലും അവരെ സമ്മതിക്കണം. അത്രയും ധൈര്യമുള്ളവർക്ക് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവരെ തൊഴിലാണത്. അവർക്ക് ആ തൊഴിലെടുത്താലേ ഉള്ളൂ ജീവിച്ച് പോകാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഭയങ്കര ധൈര്യം വേണം കേട്ടോ. അവിടെ ഇരിക്കുന്ന ദ്രവനിക പെട്ടെന്ന് ഇങ്ങോട്ട് എണീറ്റ് വന്നിട്ടോ. കാരണം അത്രയും ശക്തമായിട്ട് തിരയടിക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് വെള്ളം നന്നായിട്ട് മേലാവുന്നുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ നടുക്ക് കൂടെ നടന്ന് വന്നപ്പം അധികം ഞങ്ങൾക്ക് ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പുറത്തുനിന്നും ഉള്ള വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പ് തന്നെയായിരിക്കും അതിന് കാരണം. വെള്ളം അപ്പുറത്തും വെള്ളം ആയതുകൊണ്ടായിരിക്കും.
പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരുക കേട്ടോ, കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ച് പോരുകയാണ്. അച്ഛനും അമ്മയും അനുവേച്ചിയൊക്കെ പകുതി വന്നാൽ മതി എന്ന് പറഞ്ഞതാട്ടോ. പിന്നെ ഞാനാ പറഞ്ഞത് അറ്റം വരെ പോയതായാലും ഇവിടെ വന്നില്ലേ എന്നുള്ളത്. പിന്നെ ഇവിടെ മുങ്ങുന്നുണ്ട് കേട്ടോ, മീൻ പിടിക്കുകയാണോ ഇവർ, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. കണ്ണിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് മുങ്ങി മീൻ പിടിക്കുകയാണെന്ന് തോന്നുന്നു. ഇനി കടുക്ക പറക്കുകയാണോ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുക കേട്ടോ, നല്ല ചൂടായിരുന്നു. അപ്പം ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ തന്നെ ദ്രാവത്തെ ചൂടുവെള്ളമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ചൂടുവെള്ളം ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഐസ്ക്രീം കഴിച്ചതിൻ്റെ മേലെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ബോട്ടിലൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ചിട്ടോ, ഹൗസ് ബോട്ടിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ അച്ഛൻ ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അപ്പുറത്തെ ബോട്ടിലാണ് പോവുക, കുറച്ച് വലിയ ബോട്ടുണ്ടല്ലോ അതിലാണ് പോവുക. കുറവേ ആളുള്ളെങ്കിൽ അപ്പുറത്തുള്ള ചെറിയ ബോട്ടിലാണ് പോവുക. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ദ്രാവത്തിന് ഭയങ്കര പേടിയായിരുന്നു ആദ്യം കയറാൻ വേണ്ടി. ഞാനിവിടെ നിന്നോളാറിന്, പുറത്ത് നിന്നോളാറിന് ഭയങ്കര ഇതില്ലായിരുന്നു. പിന്നെ അവനെ പറഞ്ഞ് അങ്ങ് കയറ്റി ലാസ്റ്റ്. പിന്നെ സേഫ്റ്റി ഫസ്റ്റ് എന്നല്ലേ, അപ്പം ഞങ്ങളെല്ലാവരും തന്നെ ബോട്ട് കയറി ഉടനെ തന്നെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിനി. ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ദ്രൗനികയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് വാശി പിടിച്ചത് അവളാണ്. അപ്പം അമ്മച്ചാനിക്ക് കയറണം എന്ന് പറഞ്ഞ അച്ഛന് സ്വൈര്യം കൊടുത്തില്ല ഇത് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറാമെന്നുള്ളത്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കയറി. അവൾക്ക് പ്രത്യേക ഒരു ധൈര്യം തന്നെയാണ് കേട്ടോ, ഒരു പ്രത്യേക ധൈര്യമാണ്, അവൾക്ക് പേടിയൊന്നുമില്ല. ദ്രാവത്താണ് ഭയങ്കര പേടി കാണിച്ചത്. പിന്നെ എല്ലാവർക്കും പേടിയുണ്ട്, എനിക്കും പേടിയുണ്ട് കേട്ടോ നല്ല. കാരണം നമ്മളോരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടല്ല, പക്ഷെ എന്നാലും ഒരു പേടിയാണ്. പിന്നെ ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു വേറെ. പിന്നെ അവർ നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെക്കും കേട്ടോ, അടിപൊളി സൗണ്ടിൽ നല്ല പാട്ടൊക്കെ വെക്കും. നമുക്ക് നല്ല എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 100 രൂപ കേട്ടോ ആയത്. അതിൽ കുട്ടികൾക്ക് പൈസ അവർ എടുക്കുന്നില്ല, പൈസ വേണ്ടാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ എത്ര ആഴുണ്ടാവും എന്നുള്ളത്. എനിക്ക് എന്തായാലും ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, അനങ്ങാതിരിക്കുകയായിരുന്നു ഞാൻ, അത്രയ്ക്ക് പേടിത്തൊണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ദ്രാവനിക്കും ധ്രുവത്തിനും പിന്നെ അത്യാവശ്യം ഒരിത്തിരി ധൈര്യം കൊടുത്തുണ്ട് ദൈവം. ഏട്ടനും ധൈര്യം കേട്ടോ, എന്തിലും കയറാനും ഇതാക്കാനും ഒക്കെ ഏട്ടനും ധൈര്യം. അപ്പം എൻ്റെ ആ ഒരു സ്വഭാവം ദ്രാവത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ശരിക്കും ഞങ്ങൾ നടുക്കെത്തിയിട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനെക്കാട്ടും അധികം ആഴമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബോട്ട് എടുത്ത സമയത്ത് ഞങ്ങൾ പോകുന്ന ആ സ്ഥലം കണ്ടു എന്നല്ല, പിന്നെ എങ്ങോട്ടാണ് പോണത് എവിടേക്കാണ് തിരിയണത് ഒന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിലും എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല, എവിടെ എത്തിയത് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു കേട്ടോ. പിന്നെ കുറേ അങ്ങ് ദൂരെ എത്തിയപ്പം ഒരു മരം കണ്ടിട്ടോ, ആൽമരമാണെന്നാണ് തോന്നുന്നത്, വലിയ മരമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പക്ഷികളൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ, കണ്ടില്ലേ, ആകാശവും വെള്ളവും ഒരേ കളറിലിങ്ങനെ നമുക്ക് അത്രയും അടുത്തായിട്ട് തോന്നും. നല്ല സീനറി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബോട്ടുകളും കപ്പലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ഇത് ഒരു തലയ്ക്കുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കൂടെ പോയ പോലെ എനിക്ക് തോന്നിട്ടോ. എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും മനസ്സിലായില്ല, അവർ പോകുന്ന റൂട്ടുകളൊന്നും. ഇതാട്ടോ കപ്പൽ. ഇത് അവിടുന്ന് ബേപ്പൂര്, അവിടുന്ന് പുളിമൂട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചാലിയം ഭാഗത്തേക്ക് വന്നിട്ട് അങ്ങനെയൊക്കെ ആ റൂട്ടാണ് സംഭവം. കുറേ കണ്ടോ കപ്പലുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ തൊട്ടടുത്തൂടെ, കപ്പലിൻ്റെ തൊട്ടടുത്തൂടെ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ബോട്ട്. ഇത് ശരിക്കും അച്ഛനും അമ്മയും അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് തന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് കേട്ടോ. സത്യത്തിലും ഇതൊന്നും ശരിക്കും ഇങ്ങനെ വരുന്നോ ഇങ്ങനെ കാണാൻ പറ്റുന്നൊന്നും വിചാരിച്ചതല്ല. ശരിക്കും ഏട്ടനും കൂടെ വേണ്ടിയിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടാവുമായിരുന്നു. ഏട്ടനെ ഈ ഒരു അവസരത്തിൽ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ശരിക്കും 7ാം ക്ലാസ്സിലോട്ടും പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു കപ്പൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നിങ്ങനെ കപ്പൽ ഇങ്ങനെ നോക്കി ഇതുപോലെ തന്നെ നോക്കി കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ, ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരും വന്ന് ഒരു പ്രാവശ്യം കയറി എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം
അത്രയും മനോഹരമായിരുന്നു കേട്ടോ. ഒന്നുമില്ല, ഒരു 100 രൂപയേ ഉള്ളൂ ഒരാൾക്ക് വരുന്നുള്ളൂ. പിന്നെ കുട്ടിയൊക്കെ ചാർജും എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ അഫോർഡബിളായ പ്രൈസ് തന്നെയാണ് അത് എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഒരു ദിവസം വന്ന് നമുക്ക് അരമണിക്കൂറാണ് ഇവർ പറയുന്നത്. അരമണിക്കൂർ നല്ലതിൽ ചുറ്റി എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. പിന്നെ അതാ ഇവിടെ നിന്നാണ് ടിക്കറ്റും കാര്യമൊക്കെ എടുക്കുക. ടിക്കറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഉള്ളോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അനേച്ചിനും മോനും മോൻസിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോരാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.